അതെ, നമ്മള് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിക്കുന്നവർക്ക് ആകെ കിട്ടുന്ന പൈസ എത്രയാ? വെറും തുച്ഛമായ പൈസ. എന്നാ ആരെങ്കിലും ഒക്കെ തല്ലിക്കൊന്ന് ജയിലിൽ പോയി കിടന്നു കഴിഞ്ഞാ നല്ല ക്യാഷ് കിട്ടുവാടോ. അതറിഞ്ഞായിരുന്നോ? മുമ്പ് 63 രൂപയായിരുന്നിടത്താണ് ഇപ്പൊ 530 രൂപയാക്കിയേക്കുന്നേ. വലിയ വലിയ പരിഷ്കാരങ്ങളല്ലേ? ജയിലിൽ കിടക്കുന്ന കുറ്റവാളികൾക്ക് 530 രൂപ വേതനം. നമ്മുടെ സർക്കാരിന്റെ ഓരോരോ വികൃതികളെ. ഇനിയിപ്പൊ ജയിലില് ആൾക്കാരുടെ കുറവായത് കൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് കുറ്റം ചെയ്ത് ഇങ്ങ് പോന്നോളൂ, സാലറി ഞാൻ തരാം എന്നാണോ എന്തോ നമ്മുടെ സർക്കാർ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. ഇങ്ങനെ വേതനങ്ങളൊക്കെ കൂട്ടിക്കൊടുക്കുമ്പോഴേ നമ്മുടെ ആൾക്കാർക്ക് പലതും തോന്നും. കാരണം 24 മണിക്കൂറും പോലീസ് പ്രൊട്ടക്ഷൻ, അതിന്റെ കൂടെ 530 രൂപ വേതനം, നല്ല ഫുഡ്. എന്തിനാ ഇതൊക്കെ വെറുതെ കളയുന്നേ? അല്ലേ? ഞാൻ ചോദിച്ചത് സത്യല്ലേ? സംസ്ഥാനത്തെ തടവുകാരുടെ കൂലി കുത്തനെ കൂട്ടിയ സർക്കാർ ശിക്ഷാ തടവുകാരുടെ പ്രതിദിന കൂലി 10 മടങ്ങ് വരെ വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ്. 63 രൂപയുണ്ടായിരുന്ന വേതനം 520 രൂപയായും 177 രൂപ എന്നത് 560 രൂപയായും 152 രൂപ എന്നത് 620 രൂപയായും കൂട്ടിയിരിക്കുന്നു. 4 സെൻട്രൽ ജയിലുകളായി കഴിയുന്ന 3000-ലധികം തടവുകാർക്ക് ഈ ആനുകൂല്യം ലഭിക്കും. രാഷ്ട്രീയ തടവുകാർക്കും ഇതിന്റെ ഗുണം കിട്ടും. അതാണ്, രാഷ്ട്രീയ തടവുകാർക്കും ഇതിന്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട്. കൊടുക്ക്, അങ്ങോട്ട് പുഴുങ്ങി അങ്ങോട്ട് കൊടുക്ക്. തടവുകാരുടെ അന്തസ് പ്രധാനമാണെന്ന്. എന്താന്നാ തടവുകാരുടെ അന്തസ്സോ? ജയിലിൽ കിടക്കുന്ന ആൾക്കാരുടെ അന്തസ് ഉണ്ടാക്കിയാലേ സമാധാനാവുമെന്ന് തോന്നുന്നു നമ്മുടെ സർക്കാർക്ക്. ഈ ജയിലിൽ കിടക്കുന്ന ആൾക്കാരുടെ അന്തസ്, അവരുടെ സാലറി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നടക്കുന്നുണ്ടല്ലോ. നമ്മുടെ നാട്ടില് അമ്മമാര് ചെയ്യുന്ന ഒരു പണിയുണ്ട്, തൊഴിലുറപ്പ് എന്ന് നമ്മൾ അതിനെ പറയും. നിങ്ങൾ അതിന് കൊടുക്കുന്ന വേതനം എന്താണെന്നറിയാവോ? 346 രൂപയെന്ന് 369 രൂപയിലോട്ടുള്ള വർധനവ്. ഇത് മാത്രമാണ് തൊഴിലുറപ്പുകാർക്ക് ഇവര് കൊടുക്കുന്ന വേതനം. പക്ഷെ ജയിലിൽ കിടക്കുന്ന കുറ്റവാളികൾക്ക് 530 രൂപ ദിവസ വേതനം. കൊള്ളാം, നല്ലതാ. ഫുഡിന് പൈസ കൊടുക്കണ്ട, മെഡിക്കലിന് പൈസ കൊടുക്കണ്ട, റെന്റ് കൊടുക്കണ്ട, ഒരു മണ്ണാങ്കട്ടിയും കൊടുക്കണ്ട. അതിന്റെ കൂടെ 530 രൂപ വേതനമായിട്ട് അങ്ങ് അണ്ണാക്കിലോട്ട് തള്ളിക്കൊടുക്ക്. ഒരു വർഷം കഴിഞ്ഞ് ഈ നാറികൾ പുറത്തിറങ്ങുമ്പോ ഏകദേശം 2 ലക്ഷം രൂപയുടെ അടുത്ത് ഈ തെണ്ടികളുടെ കൈ കിട്ടും. ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരു മിഡിൽ ക്ലാസ് ഒന്നും വേണ്ട, ഈ തൊഴിലുറപ്പ് പോയിട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ വീട്ടില് ഒരു വർഷം എത്ര കിട്ടുമെന്ന് നിങ്ങൾ ആലോചിക്കണം. ജയിലിൽ കിടക്കുന്ന ഇവന്മാർക്ക് ഇത്രയും കിട്ടും, എന്നിട്ടാണ് കഷ്ടപ്പെട്ട് പുറത്ത് പണിയെടുക്കുന്ന ആൾക്കാർക്ക് ഞാനൊന്നും പറയുന്നില്ല. നിർബന്ധമായിട്ട് കൊടുക്കണം. ഇപ്പൊ ജയിൽ വകുപ്പിൽ നിന്ന് 230 എന്ന് പറയുന്നുണ്ടല്ലോ, ഒരു 350 രൂപ ആക്കണം എന്നുള്ള ഒരു ശുപാർശ പോയി. ആ ശുപാർശ പോയപ്പോ ഉണ്ടല്ലോ, മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് അതെടുത്ത് അങ്ങ് വെട്ടി, എന്നിട്ട് 620 രൂപയാക്കി കൊടുത്തു. 600 ആക്കണ്ട, ഒരു 1000 സംതിങ് അങ്ങ് എഴുതി അങ്ങ് അണ്ണാക്കി കൊടുക്കായിരുന്നില്ലേ? എന്തിനാ എത്ര കുറച്ചേ? പല ആൾക്കാരും പരാതി പറയോ? നിങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ ആൾക്കാർ പോയി ജയിലിൽ കിടക്കുന്നു, നിങ്ങളുടെ പാർട്ടിക്കാര് പോയി ജയിലിൽ കിടക്കുന്നു, അങ്ങോട്ട് കൊടുക്ക്, അങ്ങ് തള്ളി അങ്ങോട്ട് കൊടുക്ക്. ഇവരുടെ അതിന്റെ കാര്യം എന്താണെന്ന് ഇതിന്റെ നാളെ നമുക്ക് അവിടെ പോയി കിടക്കേണ്ടതല്ലേ? ആണ്, പോയി അങ്ങോട്ട് അങ്ങ് കിടക്ക്. ആരെങ്കിലും പറഞ്ഞോ കിടക്കണ്ടെന്ന്? അല്ല, ഏറ്റവും കൂടുതൽ കൊലക്കേസുകളിലൊക്കെ ശിക്ഷ അനുഭവിക്കുന്നവരും അതുപോലുള്ള കേസുകളിൽ ശിക്ഷ അനുഭവിക്കുന്നവരും ഒക്കെ എന്നൊക്കെ പറഞ്ഞ CPM-കാരാണ്. അപ്പൊ ആ പാർട്ടി സഹാക്കൾക്ക് ജയിലിൽ കിടന്നാൽ ഇപ്പൊ പാർട്ടിയാണ് ഇവരുടെ വീട്ടിൽ ചെലവിന് കൊടുക്കുന്നത്. അതൊന്നും ഒഴിവാക്കിയിട്ട് അതും കൂടെ നമ്മൾ പൊതുജനങ്ങൾ വഹിക്കും. അത് നമ്മുടെ നികത്തി ഫണ്ട് ഉണ്ടാക്കിയിട്ട് അണ്ണാക്കളോട് തള്ളി കൊടുക്കണം അല്ലേ? നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച് പിടുങ്ങിയിട്ട് അങ്ങോട്ട് കൊടുക്കുക. ഇവന്മാരുടെ പാർട്ടിക്കാർ ആരേലും ഒക്കെ തല്ലിക്കൊന്ന് വെട്ടിക്കൊന്നിട്ട് അത് പൊതുജനങ്ങള് കൊടുക്കണം. നിങ്ങൾ അവരെ ജയിലിടണ്ട, നിങ്ങൾ അവര് വല്ല നമ്മുടെ അംഗനവാടി ഉണ്ടല്ലോ, അറിയാവോ? പിള്ളേരെ പഠിപ്പിക്കുന്ന അംഗനവാടിയെ, അങ്ങനെ ഒരു സാധനം കൊണ്ടുവന്ന് അവിടെ വെക്കുക. എന്നിട്ട് ഇവരെ നല്ല പാഠങ്ങള് നല്ല ശീലങ്ങളൊക്കെ പഠിപ്പിക്കാൻ ഒരു ടീച്ചറെ ഫിക്സ് ചെയ്യുക. പിന്നെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് ടീച്ചർ ആയ സ്ഥിതിക്ക് ഇനിയിപ്പൊ ചോറും മറ്റൊന്നും വെക്കാൻ വേണ്ടിട്ട് ഒരു ആയം കൂടെ വേണല്ലോ, ആ ആയനെയും കൂടെ ഉണ്ടാക്ക്. എന്നിട്ട് ഈ അംഗനവാടിക്ക് ഓരോ സെക്ഷൻ ആയിട്ട് ഓരോ റൂം അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് അവന്മാരുടെ ഫാമിലിനും കൂടെ അങ്ങോട്ട് അങ്ങോട്ട് കൊടു. എന്തിനാ വെറുതെ? അങ്ങോട്ട് കൊട്. അമ്മമാരുടെ ഫാമിലിനെയും കൂടെ അതിന്റെ അകത്തോട്ട് കൊണ്ട് ഇരുത്തിയിട്ട് മൊത്തത്തിൽ അങ്ങനെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് അങ്ങ് നോക്ക്.
അങ്ങനെയൊക്കെ ചെയ്യുന്ന ബലാത്സംഗത്തിനും അതേപോലെ തന്നെ ഈ കൊലപാതകത്തിനും ഒക്കെ 51 വെട്ടി കൊല്ലുന്നവനും ഒക്കെ ഈ 620 രൂപ ദിവസം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയൊക്കെ നികുതി പണത്തിൽ നിന്ന് അടുത്താണ് ഇവന്മാർ കൊടുക്കുന്നത്. ജനങ്ങളുണ്ടല്ലോ വലിച്ചങ്ങ് കൊണ്ടുപോയിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് ജനങ്ങളുണ്ടല്ലോ. ക്രിമിനൽസിനെ വളർത്താൻ വേണ്ടി മാത്രമായിട്ട് ഒരു പാർട്ടി നേതാവും. ഇനിയിപ്പോ ഞാൻ ഇത് പറഞ്ഞു കഴിയുമ്പോ കുറെ എണ്ണത്തിന് എന്റെ നെഞ്ചത്തോട്ട് കയറാൻ തോന്നും. ഞാൻ മിണ്ടാണ്ടൊന്നും ഇരിക്കത്തില്ല. ഞാൻ പച്ചക്ക് ഇനി ഞാൻ അങ്ങോട്ട് പറയും. ഇപ്പോഴേ ഞാൻ പറഞ്ഞേക്കാം. ഇനി എന്നെ ചൊറിയാൻ തരാൻ വേണ്ടിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴേ അറിഞ്ഞു വെച്ചോ, ഞാൻ പച്ചക്ക് വല്ലതും വിളിച്ചു പറയും. പിന്നെ എന്റെ അടുത്ത് പറയരുത്, അയ്യോ കൊച്ചെ ഇങ്ങനെയൊന്നും പറയരുത്. ഞാൻ പറയുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും. ഇപ്പോഴും ഞാൻ പറയുന്നു, അപ്പോഴും ഞാൻ പറയുന്നു. ഇവിടുത്തെ നിയമം, ഇവിടുത്തെ ജയില് ക്രിമിനലുകളെ തീറ്റിപ്പോറ്റാൻ വേണ്ടി മാത്രം ഉള്ള ഒരു സാധനമാണ്. അതിന്റെ ഒരു ഉദാഹരണം കൂടെയാണ് ഇപ്പൊ ഉള്ള ഈ വേതന കൂട്ടലുള്ള പരിപാടി ഉണ്ടല്ലോ, അതും കൂടെ. ഇനി അങ്ങനെ എല്ലാ കോപ്പാണ് ക്ലാപ്പാണെന്ന് പറഞ്ഞാൽ എന്റെ അടുത്തോട്ട്